ഹായ് ഫ്രണ്ട്സ്, സൃഷ്ടീസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ സ്വീറ്റ് ബോളി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ്, 2 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 4 ടീസ്പൂൺ നെയ്യ്, 1/2 കപ്പ് നല്ലെണ്ണ, 1/2 കപ്പ് അരിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലപ്പരിപ്പാണിത്. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് മാറ്റാം. കുതിർത്ത് വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. 1 വിസിലടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 കപ്പ് മൈദാമാവ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറേശ്ശെ വെള്ളവും കൂടെ ഒഴിച്ച് മെല്ലെ കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ അയഞ്ഞൊരു പരുവത്തിലായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇപ്പം ഞാനിതിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ മാവ് ആ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കത് മൂടി വയ്ക്കാം. 1/2 മണിക്കൂർ നമ്മളിത് മൂടി വെക്കേണ്ടതാണ്. നമ്മൾ കുക്കറിൽ വേവിച്ച കടലപ്പരിപ്പ് തണുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ വെള്ളം അധികമായി ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്തതിന് ശേഷമാണ് അരച്ചെടുക്കേണ്ടത്. ഞാൻ 1 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം ഇത് കുറച്ചൊന്ന് ലൂസാവും. അത് കുറേശ്ശെ നമ്മൾ ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. കുറച്ച് നേരം കഴിയുമ്പോൾ അത് കട്ടിയായി തുടങ്ങും. കുറച്ച് കട്ടിയായി തുടങ്ങിയെന്ന് കാണുമ്പോൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ വെള്ളം ഫുള്ള് വലിഞ്ഞ് അത് നല്ല ഒരു കുഴഞ്ഞ പരുവത്തിലായി വരുന്നത് നമുക്ക് കാണാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിന് സെറ്റായി വരും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അത് കറക്റ്റ് പാകത്തിന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അളവിലുള്ള ഉരുളകളാക്കി ഇതെല്ലാം ഉരുട്ടിയെടുക്കാം. നല്ലതുപോലെ അത് കൈയുടെ വെള്ളയിൽ വെച്ച് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ഇത് മുഴുവനും ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതെല്ലാം ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ മാവ് എടുത്ത് നോക്കാം. അതിൽ നല്ലെണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഈ നല്ലെണ്ണ ഒഴിച്ച് വെക്കുന്നതെന്ന് പറയുന്നത് ഈ മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് വെക്കുന്നത്. ഇനി നമുക്കത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഈ അളവിൽ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം അത് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് നല്ലതുപോലെ പരത്തി എടുക്കണം. അതിനകത്ത് നമ്മൾ നേരത്തെ ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ കൂട്ടെടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് മാക്സിമം അതിൽ നിന്ന് എത്ര മാവ് മാറ്റാൻ പറ്റുമോ അത്രയും മാവ് മാറ്റിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് നമുക്ക് അരിപ്പൊടി വിതറി ഇത് പരത്തിയെടുക്കാം. നമ്മൾ പരത്തുമ്പോൾ വളരെ സാവധാനം വേണം പരത്തിയെടുക്കാൻ. അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സാവധാനം പരത്തിയെടുക്കുക. എവിടെയെങ്കിലും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ അരിപ്പൊടി അതിൻ്റെ മീതെ വിതറിക്കൊടുത്താൽ മതി. എത്രത്തോളം നൈസാക്കാവോ അത്രത്തോളം നൈസാക്കി പരത്തിയെടുക്കാൻ ശ്രമിക്കുക.
ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി ഓരോ ഉരുളകളും കൂടെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് അതിലേക്ക് ഓരോ ബോളിയായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് ചുട്ടെടുക്കാവൂ. കുറേശ്ശെ നെയ്യ് തടവി വീണ്ടും വളരെ സാവധാനം മാത്രമേ ഇത് തിരിച്ചിടാവൂ കേട്ടോ. അത്ര സോഫ്റ്റാണിത്. അപ്പോൾ നമ്മുടെ ബോളി റെഡി ആയിരിക്കുകയാണ്. ഇത് പായസമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അത്രയ്ക്ക് സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.